നാരദൻ. 400 സീറ്റ് തൂത്തുവാരുമെന്നായിരുന്നല്ലോ വീരവാദം. നാടെങ്ങും ഓടി നടന്ന് അതിനുവേണ്ടി ഗ്യാരണ്ടി കൊടുക്കുകയായിരുന്നല്ലോ പ്രധാനമന്ത്രി. പത്രത്തിലും ടി വിയിലുമൊക്കെ ഗ്യാരണ്ടിയുടെ താമര വസന്തം തന്നെയായിരുന്നു. തെക്കേ ഇന്ത്യ പിടിച്ചടക്കാൻ വിപുലമായ പ്ലാനും പദ്ധതിയും. കേരളത്തിൽ തന്നെ പ്രധാനമന്ത്രി അടിക്കടി വരുന്നു, റോഡ് ഷോയും പ്രചാരണവും നടത്തുന്നു. ഇത്തവണ കേരളത്തിൽ 2 അക്കം സീറ്റ് നേടുമെന്നായിരുന്നു അവകാശം. എന്ന് വെച്ചാൽ 10 സീറ്റെങ്കിലും കിട്ടും. മോദിജി പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ ആ ഉറപ്പിൽ സുരേന്ദ്രൻജിയും സംഘവും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. കേരളത്തിലെ 10ഉം തെക്കേ ഇന്ത്യയിൽ നിന്ന് ഇത്തവണ നേടാൻ പോകുന്നതുമെല്ലാം ചേരുമ്പോൾ 400 കടന്നില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. പക്ഷെ 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബോധ്യമായത്രേ, സംപൂജ്യ പ്രചാരകൻ്റെ പ്രചാരണത്തിൽ പല സംസ്ഥാനങ്ങളിലും സീറ്റ് നില സംപൂജ്യമാവുമെന്ന്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഗ്യാരണ്ടിയും വികസനവും ഒക്കെ തട്ടുംപുറത്തേക്ക് ഇട്ടു. അതിതീവ്ര ഹൈന്ദവത, ന്യൂനപക്ഷ സമുദായ വിരുദ്ധ പരാമർശം, ചെലവാകുന്നതൊക്കെ ചെലവാകട്ടെ. പക്ഷേ 2ഉം 3ഉം ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെയും ശങ്കരൻ തെങ്ങിൽ തന്നെ. 8ൻ്റെ പണിയാണ് കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ വരുന്നതത്രേ. അതോടെ ഓപ്പറേഷനുകൾക്ക് അന്തവുമില്ല കുന്തവുമില്ല. കച്ചത്തീവിൽ തുടങ്ങിയ കളിയാണ്. കേരള സ്റ്റോറി, മട്ടൻകറി, രാമരാജ്യം, സംവരണ വിഷയം എന്ന് വേണ്ട, സംഭവം അങ്ങ് കൊഴുത്തു. അപ്പോഴാണ് ഏറ്റവും പുതിയ 1-2 ഇനങ്ങൾ കൂടി പുറത്തു വന്നത്. അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും ആരോപണം നിർത്തി വായി മൂടിക്കെട്ടാൻ രാജകുമാരൻ രാഹുലിന് ടെമ്പോയിൽ കള്ളപ്പണം വന്നത്രേ. രാഹുലിൻ്റെ ഹെലികോപ്റ്റർ മുമ്പൊരിക്കൽ വഴിയിലിട്ട് പൊക്കി നോക്കിയതാണ്. അന്നൊന്നും കിട്ടിയില്ല. പിന്നീടായിരിക്കും മനസ്സിലായത് പണം വരുന്നത് ടെമ്പോയിൽ ലോഡ് കണക്കിനാണെന്ന്. സംഭവം ബൂമറാങ്ങായി മോദിജിക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ്. പക്ഷെ നാരദന് രാഹുൽജിയുടെയും കുട്ടരുടെയും കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ല. അടിക്കാനറിയുന്നവൻ്റെ കയ്യിൽ വടി കിട്ടിയിട്ടേ കാര്യമുള്ളൂ. പോരെങ്കിൽ റായ്ബറേലിയിൽ രാജകുമാരൻ തോൽക്കുമെന്നും അവശേഷിക്കുന്ന കാലം ഇറ്റലിയിലെങ്ങാനും താമസിക്കുന്നതാണ് നല്ലതെന്നും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു. ഭാഗ്യം പാകിസ്ഥാനിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞില്ലല്ലോ. എന്നാലും പാകിസ്ഥാനെ വിട്ടൊരു കളിയില്ല. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം എങ്ങാനും ജയിച്ചു പോയാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുമത്രേ. ഇതൊക്കെ ഒരുമാതിരി ചായക്കട വർത്തമാനമായി പോയി എന്നാണ് നാരദൻ്റെ നിരീക്ഷണം. ഇതിൻ്റെ കൂട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ ആഗോള ബുദ്ധിജീവി സാം പിത്രോഡ മാഷും സെൽഫ് ഗോൾ അടിച്ച് പാർട്ടിക്കിട്ട് പണി കൊടുത്തത്. ഇന്ത്യൻ ജനതയുടെ വൈവിധ്യം വ്യക്തമാക്കാൻ നോക്കിയതാണ് പുള്ളി. ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയും വടക്കേ ഇന്ത്യക്കാർ വെള്ളക്കാരെ പോലെയും കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയുമാണ് എന്നാണ് പുള്ളിയുടെ നിരീക്ഷണം. മതിയല്ലോ, മോദിജിയല്ലേ ആള്. അടുത്ത സെക്കൻഡിൽ സ്വിച്ച് ഇട്ടതുപോലെ റിയാക്ട് ചെയ്തു. രാഹുലിനും പിത്രോടയ്ക്കും വയറ് നിറച്ചു കൊടുത്തു. ഇനിയും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ബാക്കിയുണ്ട്. കൊണ്ടും കൊടുത്തുമുള്ള പോക്കായിരിക്കുമെന്നും അതിൻ്റെ കട്ടി കൂടി വരികയേ ഉള്ളൂ എന്നും ഉറപ്പ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷന് സുഖം തന്നെയല്ലേ എന്ന് പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ചോദിച്ചു പോകുന്നത്. നാരദൻ.